ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടന്നുവെന്നറിയാമോ? ഏകദേശം 53 രാഷ്ട്രീയ പാർട്ടികളുടെ 1874 സ്ഥാനാർത്ഥികൾ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇന്ത്യയിൽ 36 കോടി മനുഷ്യർ അന്ന് ഉണ്ടായിരുന്നു. അതിൽ 17.5 കോടി യോഗ്യരായ വോട്ടർമാരും. ആ 175 ദശലക്ഷം മനുഷ്യരിൽ 80% മനുഷ്യരും നിരക്ഷരരായിരുന്നു എന്ന് ഓർക്കണം. എന്നിട്ടും ഇന്ത്യ സാർവത്രിക വോട്ടവകാശം എന്ന സാഹസികത നടത്തി. എല്ലാവർക്കും വോട്ട് നൽകി. ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ നമ്മൾ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങിയത്. ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന സുകുമാർ സെന്നിനെയായിരുന്നു ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ഇന്ത്യ നിയമിച്ചത്. ഇന്ത്യക്കാർക്ക് മുൻപെങ്ങും ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് രീതി പരിചിതമേ അല്ലായിരുന്നു. ഭരണകൂടവുമായി ബന്ധപ്പെട്ട ഒന്നിലും ഒരു കാലത്തും ഭാഗവാക്കാകാതിരുന്ന ഹതഭാഗ്യരായ മനുഷ്യർ, വെറും 16% മാത്രം ശരാശരി സാക്ഷരതയുള്ള മനുഷ്യർ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന നവീൻ ചൗള അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്, നിരക്ഷരരായ ഈ മനുഷ്യരെ കണ്ടുപിടിക്കുകയും രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഒന്നാം തെരഞ്ഞെടുപ്പിൽ നേരിട്ട അത്യന്തം വലിയ പ്രശ്നങ്ങളിലൊന്നായിരുന്നുവെന്ന്. സ്ത്രീകൾ അവരവരുടെ പേരുകൾ പറയാൻ വിമുഖത കാട്ടിയിരുന്നു. ഇന്നാരുടെ മകൾ, ഇന്നാരുടെ ഭാര്യ എന്നിങ്ങനെയാണ് പലപ്പോഴും രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് കാരണം മാത്രം 2 ദശലക്ഷം സ്ത്രീ വോട്ടർമാർക്ക് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകേണ്ടിയും വന്നു. സെൻ അന്ന് ഓരോ പാർട്ടിക്കും ഓരോ സിമ്പൽ, ഓരോ ബാലറ്റ് ബോക്സുകളും നൽകുകയുണ്ടായി. ഇന്ത്യയിൽ മൊത്തമായി അന്ന് 2,47,03,850 സോളിഡ് സ്റ്റീൽ ബാലറ്റ് ബോക്സുകൾ ആവശ്യമായി വന്നു. ഇത് നിർമ്മിക്കാൻ 12 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ കമ്പനികളിൽ ഗോദ്രേജ്, ബോയ്സി എന്നിങ്ങനെയുള്ള കമ്പനികളും ഉണ്ടായിരുന്നു. 8,200 ടൺ സ്റ്റീൽ ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ഇലക്ഷൻ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2,24,000 പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കപ്പെട്ടു. 16,500 ക്ലർക്കുമാർ 6 മാസത്തെ കോൺട്രാക്റ്റിൽ നിയമിക്കപ്പെട്ടു. 3,80,000 റീം പേപ്പറുകൾ, ഇലക്ടറൽ റോളുകൾ പ്രിന്റ് ചെയ്യാനായി വിനിയോഗിക്കപ്പെട്ടു. 56,000 പ്രിസൈഡിംഗ് ഓഫീസർമാർ, അവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 2,80,000 സഹായികൾ, 2,24,000 പോലീസുകാർ എന്നിങ്ങനെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1950കളെ കിടിലം കൊള്ളിച്ച തെരഞ്ഞെടുപ്പ്. 1948 സ്ഥാപിച്ച ഫിലിം ഡിവിഷൻ ഇലക്ഷൻ സംബന്ധമായ എല്ലാം ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയുണ്ടായി. 3000 സിനിമാശാലകൾ വഴി 1950കളിൽ രാജ്യമെമ്പാടും അത് പ്രദർശിപ്പിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ വഴിയും ഈ വിവരങ്ങൾ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തി. ഇലക്ഷനിൽ ദേശീയ പ്രശ്നങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. വർഗീയത, മതേതരത്വം, രാജ്യത്തിൻ്റെ ഐക്യം, വ്യവസായങ്ങളുടെ ദേശസാൽക്കരണം, ഭൂനയം, പാകിസ്ഥാനോടുള്ള സമീപനം എന്നിങ്ങനെ എല്ലാം പൊതുവിഷയങ്ങളായി. ഇതെല്ലാം വോട്ടായി, വോട്ട് കഥകളായി. മനുഷ്യർക്ക് ചെന്നുപെടാൻ പാതാത്ത മലമ്പ്രദേശങ്ങളിലും കാടുകളിലും റോഡും പാലങ്ങളും ഇല്ലാത്ത മേഖലകളിലും വരെ തിരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിച്ചു. എല്ലാ തയ്യാറെടുപ്പുകൾക്കും ഒടുവിൽ 489 സീറ്റുകളിലേക്ക് 25 ഒക്ടോബർ 1951 മുതൽ 21 ഫെബ്രുവരി 1952 വരെയുള്ള 4 മാസങ്ങളിലായി ബൃഹത്തായ ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ശ്യാം സരൺ നേഗിയായിരുന്നു ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഹിമാചലിലെ കെൽപ ഗ്രാമത്തിലെ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു അദ്ദേഹം. 2022 നവംബർ 5 അദ്ദേഹം മരിക്കുമ്പോൾ ആദ്യ വോട്ടറിനപ്പുറം ഇന്ത്യയിലെ പ്രായം കൂടിയ വോട്ടറായിരുന്നു അദ്ദേഹം. രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ 60% വോട്ടും രേഖപ്പെടുത്തപ്പെട്ടു. ഗോത്രവർഗ്ഗക്കാർ അമ്പും വില്ലുമായി വന്ന് വോട്ട് ചെയ്യാനെത്തി. മിസോകൾ ആടിയും പാടിയും തീക്കുണ്ടത്തിന് ചുറ്റും നൃത്തം വെച്ചും വോട്ട് ചെയ്യാനെത്തിയതും അമ്പും വില്ലും കൊണ്ട് കാര്യം നിശ്ചയിച്ചിരുന്ന 92,000 മനുഷ്യർ ബാലറ്റിലൂടെ തീരുമാനമെടുത്ത കഥയും ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകത്തിൽ രാമചന്ദ്ര ഗുഹ പറയുന്നുണ്ട്. ബോംബെയുടെ ജനസംഖ്യയുടെ 70% അഥവാ 9 ലക്ഷം പേരും വോട്ട് ചെയ്തു. ഇലക്ഷൻ ഫലം വന്നപ്പോൾ 364 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചു. 45% ടോട്ടൽ വോട്ടുകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 സീറ്റുകളോടെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായി എന്നത് ചരിത്രം. ആദ്യ ജനാധിപത്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി നെഹ്റു അധികാരമേറ്റു. ഒന്നാമത്തെ ഇലക്ഷനിൽ വ്യാപകമായ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഷി മുതൽ ബാലറ്റ് ബോക്സുകൾ വരെ ഈ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടു. എന്നിട്ടും ദശലക്ഷക്കണക്കിന് മനുഷ്യർ വോട്ട് ചെയ്തു. അന്ന് ഓരോ വ്യക്തിക്കും തോന്നിയിട്ടുണ്ടാകണം ഏതെങ്കിലും ഒരു രീതിയിൽ തങ്ങൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടവരാണെന്ന്. ഇന്ത്യക്കാർക്ക് ഈ ഇലക്ഷൻ ആദ്യത്തേതായതുപോലെ ഇലക്ഷൻ കമ്മീഷനും സുകുമാർ സെന്നിനും ഈ ഇലക്ഷൻ ആദ്യമായിരുന്നു എന്നതും മറക്കരുത്. ഇതുവരെ ഇന്ത്യ പഠിക്കാത്ത തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ പാഠങ്ങൾ ഇന്ത്യയെ ആ തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ചു. ലോകം മുഴുവൻ ഇന്ത്യയെ കൗതുകത്തോടെ കണ്ടിരുന്നു. സുകുമാർ സെൻ, അദ്ദേഹത്തിനെ കുറിച്ചോ എങ്ങനെ ആ വിഖ്യാതമായ ഇലക്ഷൻ നടന്നു എന്നതിനെക്കുറിച്ചോ അധികമായ യാതൊരു വിവരങ്ങളും ബാക്കി വെച്ചിട്ടില്ല. ഇന്ത്യയുടെ ആരും എവിടെയും പറഞ്ഞു വയ്ക്കാത്ത ഹീറോകളിൽ ഒരാളാണ് സുകുമാർ സെൻ എന്നതിൽ സംശയമേതുമില്ല.